തിരുവനന്തപുരത്തേക്കാണ് മേഘന മുരളി ചേരുന്നുണ്ട്. മേഘന, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന് മേഘന? ഉന്മേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ആലോചനകളിലേക്ക് മുന്നണികൾ കടന്നു കഴിഞ്ഞു. ഇന്ന് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. അതിലും പ്രധാനമായും ജില്ലയിലെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കണമെന്ന കാര്യങ്ങളടക്കം, സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കണമോ എന്നുള്ള കാര്യത്തിലടക്കം തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ CPIM മത്സരിക്കുന്ന ജില്ലയിലെ 10 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കാനാണ് നേതൃത്വത്തിൽ ധാരണ. അതുപോലെ തന്നെ വർക്കല MLA കൂടിയായ ജില്ലാ സെക്രട്ടറി B. ടോയിയെ വീണ്ടും മത്സരിപ്പിക്കണമെന്ന കാര്യത്തിലും പാർട്ടിയിൽ ആശയക്കുഴപ്പമുണ്ട്. അതുപോലെ MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിലാണ് ഇന്ന് ജില്ലാ സെക്രട്ടറിയേറ്റ് ചേരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ ജനാധിപത്യ കേരള കോൺഗ്രസ് വിജയിച്ച ഈ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ കൂടി ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ചർച്ച ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് അറിയുന്നത്. അതിൽ ഈ CPIM തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ഏറ്റെടുത്തേക്കുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അറിയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തന്നെയാണ്. അതിൽ രാഷ്ട്രീയ വിവാദം കനക്കുന്നു. ഇന്നലെ അടക്കം നിയമസഭയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായതാണ്. അതിൽ കൂടുതൽ പ്രതികൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ള ഒരു ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ തന്ത്രിയുടെ അറസ്റ്റ് അത് അനാവശ്യമായിരുന്നു എന്നുള്ള കാര്യം കൂടി BJPയും കോൺഗ്രസും ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഈ തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള N. വിജയകുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിലുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയാണ് അപേക്ഷ പരിഗണിക്കുന്നത്. അറസ്റ്റായി 90 ദിവസമാവാത്തത് കൊണ്ട് തന്നെ സ്വാഭാവിക ജാമ്യം ലഭിക്കാനിടയില്ല. അതുപോലെ തന്നെയാണ് KTMCTA സമരം. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനമടക്കം പ്രതിസന്ധിയിലാക്കിയതാണ്. ഇന്ന് സമരം തുടരുകയാണ്. അതുപോലെ തന്നെ വ്യാഴാഴ്ച മന്ത്രിതലത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും അടക്കമുള്ളവർ ചർച്ച നടത്തും. അതിനുശേഷം ഡോക്ടർമാരെ ഒരു വിവരം അറിയിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതിൽ ശമ്പള കുടിശ്ശിക 2016 മുതലുള്ളത് ലഭിക്കണമെന്നുള്ളതാണ് ഡോക്ടർമാരുടെ ആവശ്യം. അത് ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.